യുകെയിലെ ഇമിഗ്രേഷനും അതുപോലെ തന്നെ വിസ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഒത്തിരി പേരെയാണ് ഇപ്പോൾ അവര് ഇവിടെ നിന്നും പറഞ്ഞു വിടാനായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം റെയ്ഡുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി സ്ഥലത്തെ കെയർ ഹോമുകളിൽ, ടേക്ക് അവേകളിൽ, അതുപോലെ പെട്രോൾ പമ്പ് സ്റ്റേഷനിൽ, അങ്ങനെയുള്ള ഷോപ്പുകളിൽ, പല ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാരെ ഇവര്, അതായത് യൂറോപ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഇല്ലീഗലായിട്ട് ഇല്ലീഗൽ മൈഗ്രൻസിനെ ഒക്കെ ഇവര് ജോലിക്ക് വെക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെയുണ്ട്. പക്ഷെ അവിടെയൊക്കെ പലയിടത്തും റെയ്ഡ് നടത്തി ഒത്തിരി പേരെ പിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എംപ്ലോയേഴ്സിന് നല്ല ഒരു എമൗണ്ട് ഫൈനായിട്ടും കൊടുക്കുന്നുമുണ്ട്. എന്നാലും ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഉള്ള അന്വേഷണവും റെയ്ഡും കർശനമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ആൾക്കാരെ അവർ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇവിടെ ജോലി ചെയ്യുന്നത് മൂലം ഇവിടുത്തെ ആൾക്കാർക്ക്, ഇവർ അൺഎംപ്ലോയിഡ് അമൗന്റ് ഇവിടെ കൂടി വരികയാണെന്നാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. അതായത് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സാലറി കൊടുക്കുന്നില്ല. സാലറി പൈസ കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഈ ചെറിയ ചെറിയ ഇങ്ങനത്തെ പിന്നെ ടേക്ക് അവേസ്, അങ്ങനെ പെട്രോൾ പമ്പ്, ചെറിയ ഷോപ്പുകൾ, കോർണർ ഷോപ്പുകൾ, അങ്ങനെ പിന്നെ ബ്യൂട്ടി പാർലർ, ബാർബർ ഷോപ്പ്, അങ്ങനെയുള്ളിടത്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ളതാണ് റിപ്പോർട്ട് കണ്ടത്. അപ്പോൾ ഈ ഇവിടുത്തെ ആൾക്കാർ അതിനെതിരെ ഇപ്പൊ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടുള്ളവരെ കർശനമായിട്ടും ഡിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ജോലി സാധ്യത ഇതുമൂലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിവിടെ ഒത്തിരി പേര് അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ജോലി സാധ്യത കുറയുന്നു. ഇല്ലീഗലായിട്ട് വരുന്നവർക്കാണ് വരുന്നവരാണ് ഇവിടെ ഒത്തിരി ഉള്ളതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള കർശനമായ ആക്ഷനാണ് ഇപ്പോൾ ലേബർ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിലേക്കായിട്ട് ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ അധികം പേരൊന്നും കാണുകയില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഉള്ളവരാണെങ്കിൽ ഇവിടെ സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് തീർന്നിട്ട് പിന്നെ വിസ കിട്ടാതെ നിൽക്കുന്നവരോ, അല്ലെങ്കിൽ കെയർ വിസയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ വിസ തീർന്നിട്ട് വിസ പുതുക്കാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരാണ് കൂടുതലായിട്ട് ഇല്ലീഗലായിട്ട് നമ്മുടെ മലയാളികളായിട്ടുള്ളവർ പിന്നെ ജോലി ചെയ്യുന്നവരുള്ളത്. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ പിന്നെ ഇല്ലീഗലായിട്ട് തുടരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇവര് ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാസ്പോർട്ടിൽ പിന്നെ സ്റ്റാമ്പ് ചെയ്യും. പിന്നെ 10 വർഷത്തേക്കിന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും വിസ തീർന്നു കഴിഞ്ഞാൽ ഇവിടെ തുടരാതിരിക്കുക. തിരിച്ചു പോയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു അവസരത്തിൽ തിരിച്ചു വരാൻ പറ്റുവാണെങ്കിൽ വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തുടരുന്നവരുണ്ടെങ്കിൽ ഇവരെ ഡീപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എംബസിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അറിയിക്കുകയാണെങ്കിൽ അവര് നമുക്ക് പോകാനുള്ള ഹെൽപ്പൊക്കെ ചെയ്തു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇല്ലീഗലായിട്ട് തുടരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പോകാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇപ്പോഴും പല ഏജൻസികളും ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഫോൾസ് പ്രോമിസ് ഒക്കെ നടത്തി അവര് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് അറിവ്. അങ്ങനെ ഈ ഒരു സമയത്ത് ഒരിക്കലും ഏജൻസികൾക്ക് പൈസ കണ്ണുടച്ച് കൊടുക്കരുത്. ഇപ്പൊ ഏതെങ്കിലും ഒരു സിഒസ് കിട്ടിയാൽ തന്നെ, ഉണ്ടെന്ന് പറയുകയാണെങ്കിലും കൈ കിട്ടിയാലും അത് ഏത് എംപ്ലോയറുടെ കയ്യിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സിഒസ് അവിടെ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പൈസ കൊടുക്കാവുള്ളൂ. കാരണം വ്യാജ സിഒസ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് വിജിലന്റ് ആയിരിക്കുക, നല്ല ശ്രദ്ധയോടെ ഇരിക്കുക, ഒരിക്കലും കളിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഉടനെ അത്ര പെട്ടെന്നൊന്നും ഇനി നേഴ്സുമാർക്കാണേലും ഇങ്ങോട്ടുള്ള വിസ ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി വളരെ റെയർ ആയിട്ടാണ് അവരെങ്കിലും സിഒഎസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിലുള്ളൂ. അപ്പോൾ സിഒഎസ് ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ അവരെ എംപ്ലോയറിനെ കോണ്ടാക്ട് ചെയ്ത് അത് ശരിയാണ്, അത് ഫോൾസ് സിഒഎസ് അല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അതുപോലെ തന്നെ പൈസയും കൈമാറ്റം ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ചില വീഡിയോസിൽ ഇവിടെ നിന്ന് വന്നിട്ട് പോയ ഒരു കൊച്ചൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്, ജോലിയാണ്, ബുദ്ധിമുട്ടാണ്, താമസം ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ കെയർ ഹോമിലും അതുപോലെ തന്നെ മറ്റ് റെസ്റ്റോറൻറ്റിലും ഒക്കെ ജോലിക്ക് പോകുമ്പോൾ വളരെയധികം കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ അങ്ങനെ ഒരു വീഡിയോ ഈയിടെ ഒരാളുടെ ഇന്റർവ്യൂവിൽ ഒരു കൊച്ചിങ്ങനെ പറഞ്ഞിട്ട് ആ കൊച്ചിന് ഇങ്ങനെ വിസ തീർന്നിട്ട് അത് തിരിച്ച് നാട്ടിൽ പോവുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുന്നവർ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ കഷ്ടപ്പാടുണ്ട്. ഇവര് പൈസ തരുന്നുണ്ടെങ്കിൽ ഇവിടെ നന്നായിട്ട് പണി എടുപ്പിച്ചിട്ട് മാത്രമേ പൈസ തരുന്നുള്ളൂ.
പക്ഷെ നമ്മൾ പണിയെടുക്കാതെ ചുമ്മാ പൈസ കിട്ടണമെന്ന് പറഞ്ഞാൽ ശരിയല്ല. അതൊക്കെ നമ്മുടെ നാട്ടിലാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ പോയി വർത്താനം പറഞ്ഞിരുന്ന ചായയും കുടിച്ച് അങ്ങനെയൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. സമയം കളഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യാതെ ശമ്പളം മേടിച്ച് വീട്ടിൽ പോരുന്നുണ്ട്. ഇവിടെ അത് നടക്കുകയില്ല. ഇവിടെ ജോലിക്ക് പോയാൽ കൃത്യമായിട്ട് സമയത്ത് ചെല്ലുക, കൃത്യമായിട്ടുള്ള ജോലി ചെയ്യുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പൈസയായി അവർ തരും. അപ്പൊ ഇങ്ങോട്ട് പോരുന്നതിന് മുന്നേ ഇപ്പം ഒത്തിരി വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാന്നുള്ള. അതെല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട് എന്നുള്ള അറിഞ്ഞ് മാത്രം വരിക. ഈ സ്റ്റുഡൻസ് ആണെങ്കിലും ഇനി വരുന്നവർ അങ്ങനെ മാത്രം വരിക. കാരണം ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടാണ്. ജോബ് കിട്ടിയാലും കഷ്ടപ്പാടുണ്ട്. ആദ്യമൊക്കെ യാത്രയൊക്കെ നല്ല കഷ്ടപ്പാടുണ്ട്. ഒരു വണ്ടിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലെ യാത്രയൊക്കെ നല്ല കഷ്ടപ്പാടാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ് മാത്രം മനസ്സിലാക്കി മാത്രം അതിനൊക്കെ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ ആണേലും വന്ന കാലത്ത് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ പിടിച്ചു തിന്നത്. അന്ന് ഇവിടെ മലയാളികൾ എന്ന് പറയുന്ന ആൾക്കാർ പോലും നമുക്കൊരു കാര്യങ്ങൾ പറഞ്ഞു തരാനോ ഒന്നിനുമില്ല. ഇതുപോലെ വീഡിയോസോ കാര്യങ്ങളോ നമുക്ക് യൂട്യൂബ് ആക്സസോ ഒന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മളിവിടെ വന്ന് ഇവിടെ പിടിച്ചു നിന്ന് പോയത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇംഗ്ലണ്ടിനെ കുറിച്ചോ ഏത് രാജ്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിലും യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അവിടുത്തെ കാര്യങ്ങൾ, സാഹചര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങൾ, കഷ്ടപ്പാട്, താമസത്തിന്റെ കാര്യങ്ങൾ ഇതെല്ലാം അറിയാൻ പറ്റും. അപ്പൊ ഈ കാലാവസ്ഥ ഇതൊക്കെ അറിഞ്ഞിട്ട് മാത്രം പോരുക. എന്നാണേലും ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ നന്നായിട്ട് പണിയെടുക്കണം. അപ്പൊ നമുക്ക് നന്നായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം ജീവിച്ചും പോകാം, കുറച്ചൊക്കെ പൈസ മിച്ചം വെക്കുകയും ചെയ്യാം. സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ആ സ്റ്റുഡൻറ് പീരീഡ് കഴിയുന്നതിന് വരെ അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള, അതായത് 20 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടമാനം ഒന്നും പൈസ കിട്ടുകയില്ല. അത് മനസ്സിലാക്കി വേണം വരാൻ വേണ്ടിയിട്ട്. ജീവിച്ചു പോകാൻ പോലുള്ള പൈസ ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. അപ്പം ഫീസും കൊടുക്കണമല്ലോ അവർക്ക്. അപ്പോൾ ഫീസിനുള്ള പൈസയും ജീവിച്ചു പോകാനുള്ളതും കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള എമൗണ്ട് ഒക്കെ കരുതി വേണം ഇങ്ങോട്ട് സ്റ്റുഡൻസ് ആണെങ്കിലും വരുവാൻ വേണ്ടിയിട്ട്. യുകെ ഗവൺമെന്റ് ഈ വിസയുടെ ഗ്രേസ് പീരീഡ് ഒന്നുകൂടി നീട്ടി കൊടുത്തിരിക്കുകയാണ്. ഇനിയും ധാരാളം ആൾക്കാരാണ് ഈ വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. ഒത്തിരി പേര് ഈ വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെങ്കിലും ഇനിയും ധാരാളം പേരാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് അവര് മാർച്ച് 31 എന്ന് പറഞ്ഞത് ജൂൺ 1 എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ വിസ എല്ലാം ശരിയാകാത്തവർക്ക് അവരുടെ അതായത് എക്സ്പയറി ആയിട്ടുള്ള BRP കാർഡ് കൊണ്ട് ജൂൺ 1 വരെ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ഈ വിസ തന്നെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും അതിന് മാറ്റം വരുത്തുമെന്ന് നമുക്ക് പിന്നെ അറിയത്തുള്ളൂ. അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പയറി ആയ BRP കാർഡ് നമ്മൾ കളയരുത്, സൂക്ഷിച്ചു വെക്കണം. ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഈ വിസയുടെ എക്സ്റ്റൻഷനോ പുതുക്കാൻ നേരമൊക്കെ ഇത് ചിലപ്പം നമുക്ക് ഹെൽപ്ഫുൾ ആയി വരുമായിരിക്കും. അപ്പൊ അത് കുറച്ച് നാളെയും കൂടെ നമ്മളിത് സൂക്ഷിച്ചു വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ വിസയെ സംബന്ധിച്ചുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വിസ കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് എററൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഡിപെൻഡന്റ് വിസയാണ് അതിന്റെ സ്ഥാനത്ത് വർക്ക് പെർമിറ്റ് വിസ അങ്ങനെയൊക്കെ മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ സർനെയിം ഒക്കെ കറക്റ്റ് ആകാതെ വരുന്നുണ്ട്. അതിനൊക്കെ ഉള്ള കറക്റ്റ് ആക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. ഇത് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ, അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ ഇതൊക്കെ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അവരെ എംബസിയെ കോണ്ടാക്ട് ചെയ്തിട്ട് അതെങ്ങനെയാണെന്നുള്ളത് അന്വേഷിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇപ്പോൾ അവർ ETA എന്നുള്ളൊരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. യൂറോപ്യൻ ട്രാവൽ ഓതറൈസേഷൻ എന്നുള്ള ഒരു ഡോക്യുമെന്റാണ് വേണ്ടത്. അതിപ്പോൾ ഏപ്രിൽ 2, 2025 മുതൽ അത് ആവശ്യമുണ്ട് ട്രാവൽ ചെയ്യണമെന്ന്. അപ്പോൾ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.